ശ്രീനാഥ, ടോസ് അമേരിക്കയാണ് നേടിയിരിക്കുന്നത്. ടോസ് അമേരിക്ക നേടിയിരിക്കുന്നു. മൊണാങ് പട്ടേലിനാണ് ടോസ് സ്പിൻ ചെയ്തത്. കോയിൻ സ്പിൻ ചെയ്തത് സൂര്യകുമാർ യാദവ് എങ്കിൽ പോലും ഇപ്പോൾ അത് വിളിച്ചത് കറക്റ്റായി മൊണാങ് പട്ടേലിന് തന്നെ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം എന്ത് തീരുമാനം എടുത്തിരിക്കുന്നു, ആദ്യം ബാറ്റ് ചെയ്യാനാണോ എന്നുള്ളത് അറിയാൻ കഴിയുന്നു. പറഞ്ഞതുപോലെ തന്നെ ടോസ് ഓപ്റ്റഡ് ടു ഫീൽഡ്, അതായത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും എന്നതാണ് നൽകാനുള്ള സുപ്രധാന വാർത്ത. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. ആരാധകരൊക്കെ തന്നെ കാത്തിരുന്ന നിമിഷം ഇത് തന്നെയാണ്. ഇന്ത്യയുടെ ബാറ്റിങ്ങിനായി, ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ടിനായി, ഇന്ത്യയുടെ റൺ വിരുന്നിനായി, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ എന്ന ആ താരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ ഇന്ത്യയെ ലോക ക്രിക്കറ്റിനെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു ഭയവും ഇല്ലാതെ ആദ്യ പന്ത് മുതൽ 20-ാം ഓവറിലെ അവസാന പന്ത് വരെ ഒരേ തരത്തിൽ കളിച്ച് എതിരാളികളെയൊക്കെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറുന്ന അഭിഷേക് ശർമ്മ എന്ന താരത്തിന്റെ ബാറ്റിംഗ് തുടക്കത്തിൽ തന്നെ കാണാം എന്നുള്ള വലിയ സന്തോഷം. ഇന്ത്യ വലിയൊരു കുട്ടൻ സ്കോർ തന്നെ പടുത്തുയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്യും എന്നുള്ളതാണ്. ടോസ് അമേരിക്കയ്ക്ക്. സഞ്ജു ടീമിലില്ല എന്നുള്ളത് സുപ്രധാന വാർത്തയാണ് വരുന്നത്. ഇഷാൻ കിഷൻ ആയിരിക്കും വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ആദ്യം ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നു. സഞ്ജു ഉണ്ടാകില്ല, സഞ്ജുവിനെ നിരാശ, സഞ്ജു ബെഞ്ചിൽ തന്നെയായിരിക്കും. ശ്രീനാഥ്, ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ളവർ പിന്നാലെ എത്തുന്നുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണയ്ക്ക് പകരമായി ടീമിൽ ഉൾപ്പെടുത്തിയ മുഹമ്മദ് സിറാജ് ഈ ടീമിലേക്ക് എത്തുന്നു. അങ്ങനെ പ്ലേയിങ് 11 മുഹമ്മദ് സിറാജും ഉണ്ട്. സഞ്ജു സാംസൺ ഇടവില്ല, പകരം ഇഷാൻ കിഷനാണ് ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ബാറ്റിംഗ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പറഞ്ഞത്. ടോസ് ലഭിച്ചാൽ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. കാരണം വലിയൊരു കൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ് വാങ്കഡെ സ്റ്റേഡിയം. അവിടെ അനായാസം അടിച്ച് തകർത്ത് അഭിഷേക് ശർമ്മയ്ക്കും ഇഷാൻ കിഷനും ഒക്കെ ഒരു പടുകൂറ്റൻ സ്കോറിലേക്ക് തുടക്കമിട്ട് പിന്നീടുള്ളവർക്കും വലിയ സ്കോറിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല അമേരിക്ക ഈ വാമപ്പ് ഗെയിംസിലടക്കം 200 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരു സംഘമാണ്. അതുകൊണ്ട് അവരെ തീരെ കുറച്ച് കാണേണ്ടതില്ല. അവർ ദുർബലരാണ്. എന്നാൽ പോലും ഒന്ന് പൊരുതി നോക്കാനുള്ള കെൽപ്പ് അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വലിയ സ്കോറിലേക്ക് ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് വീശും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.